നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. നമ്മളതുവരെ ഒരു ഗവർണർമാരെയാണ് കണ്ടിട്ടുള്ളൂ. അവിടെ നിന്ന് ശരിക്കുള്ള ഒരു ഗവർണർ എന്ന രീതിയിലേക്ക് വന്ന് ഗവർണർക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട് എന്നുള്ളത് തെളിയിച്ച ആ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നതാ നമ്മുടെ നാട്ടിൽ നിന്ന് പോവാണ്. പുതിയ ഗവർണർ വരെയാണ്. പുതുവത്സരത്തിൽ കേരളത്തിന് ഒരു പുതിയ ഗവർണറെ കിട്ടുകയാണ് അല്ലേ? ഒരു ഗവർണർ എന്ന് പറയുന്നതൊക്കെ വാർത്തകളിൽ നിറഞ്ഞു. ആദ്യമായിട്ടായിരിക്കും ഒരു സംഘടന ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കലും, ഗവർണർക്കെതിരെ മുദ്രാവാക്യം മുഴക്കുന്നു, ഗവർണറുടെ വഴി തടയുന്നു, ഗവർണറെ ക്യാമ്പസിൽ കയറ്റില്ല എന്ന് പറയുന്നു. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഗവർണർ അതിനനുസരിച്ച് തന്നെ അവരെ പ്രതിരോധിക്കുന്നു, റോഡിൽ കുത്തിയിരിക്കുന്നു. അദ്ദേഹം ബീഹാറിലേക്ക് പോവുകയാണ്. രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ എന്ന രാജേന്ദ്ര ആർലേക്കർ അദ്ദേഹം ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ട്രാൻസ്ഫർ. പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്ന, അതിന് മുമ്പുണ്ടായിരുന്ന ഗവർണർമാരെല്ലാം ഇപ്പോഴത്തെ ഒരു LDF-നും UDF-ഉം ആര് ഭരിച്ചാലും അവർക്കൊപ്പം നിൽക്കുന്ന ഒരു രീതിയായിരുന്നു. ഗവർണർ എന്ന് പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല എന്ന് കരുതിയിരുന്ന ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു. പക്ഷെ ഗവർണറുടെ കീഴിലാണ് ഈ മന്ത്രിസഭയും മുഖ്യമന്ത്രിയും ഒക്കെ എന്ന് തെളിയിച്ച ആള് ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു. ഇതിങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന അതിഭീകരമാണ് എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ. കാരണം കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു RSSൽ നിന്ന് BJP-യിലേക്ക് എത്തിയ ഒരു RSSകാരൻ ഗവർണറാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു BJP-കാരനാണ്. BJP-കാരനായത് എങ്ങനെയാണ്? അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം BSP-യിലേക്ക് പോയി. ഈ രാജീവ് ഗാന്ധിയുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വഴക്കൂടി പോയി പണി നോക്കാൻ പറഞ്ഞ് അദ്ദേഹം BSP-യിലേക്കാണ് പോയത്. BSP-യിൽ നിന്ന് നേരെ BJP-യിലേക്ക് വന്നു. അദ്ദേഹം ഒരു നാഷണലിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ദേശീയവാദിയാണ്. തീവ്ര ദേശീയവാദം കയ്യിൽ വിരിക്കുന്ന RSS നിന്ന് മോൾഡ് ചെയ്തെടുത്ത നമ്മുടെ ഗോവയിലെ നേതാവായിട്ടുള്ള ആർലേക്കർ എത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അതെ, അത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു 916 RSSകാരനാണെന്ന് ഈ കഴിഞ്ഞ ദിവസം പ്രൂവ് ചെയ്തായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന അത്യാവശ്യം നല്ല രീതിയിൽ വിവാദമായിരുന്നു. ഇവിടെ എന്തോ ആ ഒരു വിവാദത്തെ പറ്റി ആരും കമൻ്റ് ഇട്ട് കണ്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ബുക്ക്, ബ്രീഫ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ബുക്കിൻ്റെ പ്രകാശനത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞിരുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഗാന്ധിജിയുടെ അഹിംസാ രീതിയിലുള്ള സത്യാഗ്രഹം കൊണ്ടല്ല, ഇവിടെയുള്ള ഇന്ത്യക്കാരുടെ ആയുധത്തിൻ്റെ രീതിയിലാന്നുള്ള രീതിയിൽ പുള്ളി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അപ്പോൾ മഹാത്മാഗാന്ധി അല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ന രീതിയിൽ ഇവിടുത്തെ ഇടതുപക്ഷം ആദ്യമേ അദ്ദേഹത്തെ ബഹിഷ്കരിക്കാനും എതിർക്കാനും തുടങ്ങേണ്ടതാണ്. അത് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രസ്താവനകൾ നമ്മളിപ്പോൾ ആരും പറഞ്ഞതായിട്ട് എവിടെയും സോഷ്യൽ മീഡിയ അടക്കം ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. വരട്ടെ, വന്നിട്ട് നോക്കാം എന്നുള്ളതാണ്. അതെ അതെ, ഇത് തന്നെയാണ് എല്ലാവരും. ഇവരൊക്കെ നോക്കിയിരിക്കുകയാണ്. കാരണം ഇവരാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ട്വിസ്റ്റാണ് ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നുണ്ടായത്. സർക്കാരുമായിട്ട് വളരെ യോജിച്ച രീതിയിലാണ് പോകുന്നത്. ഗവർണറും സർക്കാരും ഒക്കെ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞിട്ട് VD സതീശൻ അടക്കമുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ നിയമനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിവാദങ്ങൾ വരുന്നതും അവിടെ വെച്ച് ഗവർണർ തിരിയുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് മുഴുവൻ ഇവർ തമ്മിലുള്ള ഒരു ഉടക്കായിരുന്നു. കാരണം ഇവൻ ഗണേഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുഖത്ത് പോലും നോക്കാത്ത ഗവർണറെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ചായ സൽക്കാരത്തിന് നിൽക്കാതെ ഇറങ്ങിപ്പോകുന്ന മുഖ്യമന്ത്രിയെ കണ്ടു. അപ്പം ഇങ്ങനെ ഭയങ്കരമായ ഒരു വേർതിരിവ് ഒരു തമ്മിലുണ്ടായിരുന്നു. പല സംഭവങ്ങളിലും ഗവർണർ പ്രതികരിച്ചു. നമ്മുടെ വോട്ടവേർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഗവർണറുടെ തുറന്ന പ്രതികരണം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പ്രതികരിച്ച ഒരു ഗവർണറും ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ പോകുന്നത്. അതിലൊക്കെ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതെ അതെ, ഇപ്പൊ നോക്കും വരാൻ പോകുന്ന ആൾ ആർലേക്കറാണ്. ആർലേക്കർ വരുമ്പോൾ ഒരു ബേസ് ആരിഫ് ഖാൻ എടുത്തുണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചർ എല്ലാം പൊളിച്ചു വെച്ചിട്ട് നമ്മളൊരു പണ്ടൊരു വീട് നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ വീടിന്റെ സ്ഥലങ്ങളെല്ലാം പൊളിച്ചിട്ട് കറക്റ്റ് ഒരു ഇതുണ്ടാവും. എങ്ങനെയാണ് പ്ലാൻ ആയിട്ട് വന്നിട്ട് ഇനി പടുതാ മതി. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വലിയ പ്ലാനുമായിട്ടായിരിക്കും ആർലേക്കറുടെ വരവ്. ഇലക്ഷൻ വരികയാണ്. 2026 നിയമസഭാ ഇലക്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ് കേരളം. അതിനുള്ള എല്ലാ പണികളും കോൺഗ്രസും UDF-ഉം LDF-ന്റെ ഘടകകക്ഷികളും LDF എനിക്ക് തോന്നുന്നത് CPM മാത്രമാണ് പതുക്കെ തുടങ്ങിയിട്ടുള്ളത്. ബാക്കി എല്ലാവരും തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. BJP തുടങ്ങിയിട്ടുണ്ട്. BJP-യുടെ അകത്ത് വഴക്കാണെങ്കിലും പണി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഫണ്ടൊക്കെ വരണമല്ലോ, അതിനുള്ള പണികളൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും കേരളത്തിലെ BJP-യുടെ ഒരു അവസ്ഥ കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായ ഒരു ധാരണയുണ്ട്. അവരത് എങ്ങനെ പൊളിക്കണം എന്ന് അവർക്ക് അറിയില്ല.
പക്ഷെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ രീതികളെല്ലാം പൊളിച്ചു വെച്ചിട്ടാണ് ആരിഫ് ഖാൻ പോയിട്ടുള്ളത്. ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ആർലേക്കർ വരുന്നത്. ആർലേക്കറിന് ഈ പല പുരോഹിതന്മാരുമായിട്ട്, ക്രിസ്ത്യൻ പുരോഹിതന്മാരുമായിട്ടും ക്രിസ്ത്യൻ സഭയുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. ഗോവയിൽ അദ്ദേഹം അത് കൃത്യമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം ഇന്നും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും. നമ്മുടെ കേരളത്തിലുള്ള പല ക്രൈസ്തവ സഭകളുമായിട്ട് അദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ബന്ധമുള്ള ഒരു ദേശീയ നേതാവ് കൂടി BJP-യിൽ നിന്നുള്ള ഒരാളാണ് ഗവർണറായിരുന്നത്. ഇത് BJP-ക്ക് അത് ഗുണം ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വരുമ്പോൾ അങ്ങോട്ട് നമ്മുടെ ഗോവൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പരീക്കറിനെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം, ഗോവയിലെ മുഖ്യമന്ത്രി സ്ഥാനം സജസ്റ്റ് ചെയ്ത ആദ്യത്തെ ആള് അദ്ദേഹമായിരുന്നു. അതുമാത്രമല്ല, ഇദ്ദേഹം നരേന്ദ്രമോദിയുടെ വിശ്വസ്തനും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരാൾ കൂടിയാണ്, ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു മോഡിക്ക് ഇഷ്ടമുള്ള, മോദി കൂട്ടിയ ഒരു ഗവർണറായിരിക്കും കേരളത്തിൽ എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന ഒരു കാര്യം. ബാക്കിയുള്ള സംഭവവാസങ്ങൾ എന്തൊക്കെയായിരിക്കും? ധൻരാജിന്റെ ഒരു അനലൈസിൽ എങ്ങനെയൊക്കെയായിരിക്കും? അല്ല, ഇത് ഈ പറഞ്ഞ മാതിരി ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ തന്നെ ഞാനും വെയിറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം ഈ ഒരു ഗവർണറുടെ പദവി എങ്ങനെയൊക്കെ ആകും എന്നുള്ളൊരു ഈ പറഞ്ഞ മാതിരി ഒരു ഫ്രെയിം വർക്ക് ഇവിടെ ഓൾറെഡി ആരിഫ് ഖാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഗവർണറായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു നിയമസഭാ സ്പീക്കറായിട്ട് ഇരുന്നിട്ടുള്ള, അവിടെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, പ്രതിവർഷം ഇടയ്ക്കിടയ്ക്ക് ഗോവയിൽ ചീത്ത പറഞ്ഞിരുന്ന ഒരു സ്പീക്കറായിരുന്നു നമ്മുടെ പുതിയ ഗവർണർ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു പക്ഷപാതമുള്ള ഒരു ഗവർണറായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. പക്ഷേ അതുപോലത്തെ ഇടതുപക്ഷത്തോടെ ഏത് സമീപനമായിരിക്കും കാണിക്കുക എന്നും പറയാൻ പറ്റില്ല. അതെ, ഇപ്പൊ ഒരു നമ്മൾ കേൾക്കുന്ന കുറെ അടിത്തട്ട് കഥകളൊക്കെ ഉണ്ട്. ആ കഥകളിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളതും നമുക്കറിയാനും ഈ ഗവർണറുടെ വരവ് സ്വാധീനിക്കാം. നമ്മൾ നേരെ തിരിച്ച് ആരിഫ് മുഹമ്മദ് ഖാന് പകരം കേന്ദ്രത്തിൽ നിന്ന് നേരെ താല്പര്യമുള്ള ഒരാൾ ഗവർണറായിട്ട് വന്നാണോ എന്ന് നമുക്കറിയില്ല. അതെ, ഒരുപാട് ഇപ്പോ SFIയുടെ നമ്മുടെ മാസപ്പടി വിവാദത്തിന്റെ ഒക്കെ ഒരു ഫൈനൽ സ്റ്റേജിൽ നിൽക്കുകയാണ്. പല കേസുകളും ഫൈനലിലേക്ക് വരികയാണ്. അതെ, അപ്പോൾ ഇതെല്ലാം ഈ ഫൈനൽ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഒരു ഗവർണർ ഫൈനലിൽ കയറി കളിക്കാനായിട്ട് വരുന്നത്. അപ്പൊ അതെങ്ങനെയാവും എന്നുള്ളത് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ നോക്കിക്കാണ്ടുന്ന കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിൽ ഓർഡിനൻസ് രാജ് ഇല്ലാതിരിക്കുകയാണ്. കാരണം കൊടുക്കുന്ന ഓർഡിനൻസ് ഒന്നും ഒപ്പിടാത്തൊരു ഗവർണറായിരുന്നു നമുക്കുണ്ടായിരുന്നത്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഓർഡിനൻസ് രാജ് മാത്രമായിരുന്നു എന്നൊരു വലിയ വിവാദങ്ങൾ. നിയമസഭയിൽ ബില്ലുകളൊന്നും പാസ്സാക്കാതെ നേരെ മന്ത്രിസഭ കൂടി ഓർഡിനൻസ് ഇറക്കുന്നു, ഓർഡിനൻസ് നീട്ടുന്നു, ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്ത് ഓർഡിനൻസുകൾ വളരെ കുറവായിരുന്നു. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ വരാൻ പോകുന്ന ഗവർണർ ഓർഡിനൻസിൽ എങ്ങനെ ഒപ്പിടും എന്നുള്ളത് നമ്മൾ കണ്ടിരിക്കേണ്ടി വരും. ഈ പുതുവത്സരത്തിൽ കേരളത്തിലേക്ക് എത്തുന്ന ഗവർണർ ആർലേക്കർ കേരളത്തിൽ ആഞ്ഞടിക്കുമോ? രാഷ്ട്രീയ കേരളം കാത്തിരുന്നു തന്നെ കാണണം. മറ്റൊരു വിഷയമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.